സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സാ നിരക്കുകൾ ഇനി നേരിട്ടറിയാം. ഇത് തിരിച്ചറിയുന്നതിനുള്ള കിയോസ്കുകൾ എല്ലാ ആശുപത്രികളിലും സ്ഥാപിക്കുന്നതിന് ധാരണയായിട്ടുണ്ടെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിൽ പൂർത്തിയാക്കിയ 3 വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരം സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സാ നിരക്കുകൾ അറിയുന്നതിനുള്ള കിയോസ്കുകൾ എല്ലാ ആശുപത്രികളിലും സ്ഥാപിക്കുന്നതിന് ധാരണയായിട്ടുണ്ടെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിൽ 77 ലക്ഷം രൂപ ചിലവഴിച്ച് 3 വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജനകീയാരോഗ്യ കേന്ദ്രങ്ങളുടെ ലക്ഷ്യം നമ്മുടെ ആരോഗ്യ സംരക്ഷണമാണ്. പൊതുജനാരോഗ്യ പ്രവർത്തനം ശാക്തീകരിക്കുക എന്നുള്ളതാണ്. നല്ല ആഹാരശീലം, നല്ല വ്യായാമം, അതോടൊപ്പം തന്നെ നല്ല ആരോഗ്യ അവബോധം. നമ്മൾ ആരോഗ്യ കേന്ദ്രത്തിലേക്ക് വരാതെ ഒരു 3-4 വാർഡ് ചേരുന്നിടത്തൊരു ജനകീയ ആരോഗ്യ കേന്ദ്രം, അവിടെ കുറച്ച് പരിശോധനാ സംവിധാനങ്ങൾ അവിടെ ഉണ്ടാവും. ജീവിതശൈലി രോഗങ്ങൾക്ക് ഉൾപ്പെടെയുള്ള മരുന്നുകൾ അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന സാഹചര്യമുണ്ട്. ഇനി ഓപ്പൺ ജിം ഉൾപ്പെടെയുള്ള യോഗ ഉൾപ്പെടെയുള്ളവ അവിടെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണം, ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്ക് ഒന്നിച്ച് അവിടെ വന്നിരുന്ന് ആ ആശയവിനിമയം നടത്തുന്നതിനുള്ള ഒരു ഇടം, മുതിർന്ന പൗരന്മാർക്ക്, സീനിയർ സിറ്റിസൺസിന് ഒരു ക്ലബ്ബ് പോലെ, ഒരു വയോജന ക്ലബ്ബ് പോലെ അങ്ങനെ ഒന്നിച്ച് വന്ന് ആശയവിനിമയം നടത്തുന്നതിനുള്ള ഇടം. അങ്ങനെയാണ് നമ്മുടെ ജനകീയ ആരോഗ്യ കേന്ദ്രം നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. 35 ലക്ഷം രൂപ ഉപയോഗിച്ച് മലയിടം തുരുത്ത് സാമൂഹികാരോഗ്യ കേന്ദ്രത്തെ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രമാക്കിയതിന്റെയും വടവുകോട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തെ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രമാക്കിയതിന്റെയും ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. 35 ലക്ഷം രൂപയാണ് ഈ സ്ഥാപനത്തിനായി ചിലവഴിച്ചത്. 7 ലക്ഷം രൂപ ചിലവഴിച്ച് നവീകരിച്ച വാഴക്കുളം ജനകീയാരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടത്തി. ചികിത്സാ നിരക്കുകൾ അറിയുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തുന്നതിനുള്ള നടപടികൾ അന്തിമഘട്ടത്തിലാണെന്നും രോഗികൾക്ക് ചികിത്സാ നിരക്കുകൾ അറിയാനുള്ള അവകാശമുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. MLA PV ശ്രീനിജൻ അധ്യക്ഷനായി. 2008 കിടത്തി ചികിത്സ തുടങ്ങിയതാണ്. 24 ബെഡുകൾ ഉണ്ടായിരുന്നതാണ്. പക്ഷെ അത് ഇപ്പോ ഇല്ല. അതുകൊണ്ട് കിടത്തി ചികിത്സയ്ക്കുള്ളൊരു സഹായം കൂടി ഇവിടെ ചെയ്യണം. അതോടൊപ്പം തന്നെ വടവോട് ആശുപത്രി, കാരണം നിയോജകമണ്ഡലത്തിൽ ഞങ്ങൾക്ക് ഒരു താലൂക്ക് ആശുപത്രിയുമില്ല. ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ പെരുമ്പാവൂരാണ് പോകുന്നത്. അപ്പോൾ വടവോട് ആശുപത്രി താലൂക്ക് ആശുപത്രിയായിട്ട് ഉയർത്തണമെന്നുള്ളൊരു നിർദ്ദേശം കൂടി, ഒരു റിക്വസ്റ്റ് കൂടി ബഹുമാനപ്പെട്ട മന്ത്രിയുടെ അടുത്ത് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. MP ബെന്നി ബെഹനാൻ, MLA അൻവർ സാദത്ത്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ, വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അൻവർ അലി, ജനപ്രതിനിധികൾ, ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുന്നത്തുനാട്. ഈ ഓണം പൊന്നോണം. സെപ്റ്റംബർ 1 മുതൽ 17 വരെ നക്ഷത്രത്തിളക്കമുള്ള പൊന്നോണം ഓഫറുകളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുകൾ, എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ. ഏവർക്കും നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ പൊന്നോണാശംസകൾ.